all. So next our topic is feature selection measures. Last ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ട്രീ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, അതിൻ്റെ ആ ഒരു കൺസെപ്റ്റാണ്. എങ്ങനെയാണ് ഒരു ടേബിൾ തന്നിരുന്നാൽ, ഒരു ഡേറ്റാ സെറ്റ് തന്നിരുന്നാൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യണം എന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ നോട്ട്സും, ട്രീക്കകത്ത് ഓരോ നോട്ട്സ് ഉണ്ടായിരിക്കും. അതിനകത്ത് വരുന്ന ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഓരോ ആട്രിബ്യൂട്ട്സിൻ്റെയും തന്നിരിക്കുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണെന്നും പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഈ പറയുന്ന ഒരു നോഡ് എടുത്തു, ഫസ്റ്റ് ഒരു റൂട്ട് നോഡ് എടുത്തു. ഈ റൂട്ട് നോഡ് ഏത് നോഡിനെയാണ്, അതായത് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം F1 എന്ന് പറയുന്ന ഫീച്ചർ, F2 എന്ന് പറയുന്ന ഫീച്ചർ, F3 എന്ന് പറയുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡേറ്റാ സെറ്റിനകത്ത് കുറേ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ഫീച്ചറിനെയാണ് ഞാൻ റൂട്ട് നോഡായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? അപ്പോൾ ഈ പറയുന്ന ഫീച്ചറിന് കുറേ വാല്യൂസ് ഉണ്ടായിരിക്കും. ഈ വാല്യൂസ് ഏതൊക്കെ വാല്യൂസാണ് അതിനകത്ത് വരുന്നത് അതായിരിക്കും നമ്മുടെ വാല്യൂസ്, ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ F1ന് എസും നോ എന്നും പറഞ്ഞിട്ടുള്ള വാല്യൂസാണ് നമ്മുടെ ഡേറ്റാ സെറ്റ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ ഈ പറയുന്ന റൂട്ട് നോഡ് F1 ആണെങ്കിൽ ആ റൂട്ട് നോഡിൻ്റെ വാല്യൂസ് ആയിട്ട് എടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് വാല്യൂസാണ് എസും നോ. അങ്ങനെയാണ് ഞാൻ അടുത്ത നോഡിനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഓരോ നോഡിനെയും ഞാൻ ചൂസ് ചെയ്യുന്നത് കുറച്ച് മെഷേഴ്സ് നോക്കിയിട്ടാണ്. ഓക്കെ, ഏത് നോഡിനെ വേണം എൻ്റെ ഡേറ്റാ സെറ്റിൽ നിന്നും എടുത്ത് ഏത് നോഡിനെ വേണം എനിക്ക് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ എടുക്കാനുള്ളത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് കുറച്ച് മെഷേഴ്സാണ്. ആ മെഷേഴ്സാണ് നമുക്കിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോട്ട്സിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ നോട്ട്സിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഏത് നോഡാണ് അടുത്തത് ചൂസ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫീച്ചർ സെലക്ഷൻ മെഷേഴ്സ്. ഇഫ് എ ഡേറ്റാ സെറ്റ് കൺസിസ്റ്റ് ഓഫ് n attributes or features, നമ്മൾ ഫീച്ചേഴ്സിനെ എന്തെന്നും വിളിക്കും? ആട്രിബ്യൂട്ട്സ് എന്നും വിളിക്കും. Then deciding which attribute is to be placed at the root or at different levels of the tree as internal nodes is a complicated problem. അപ്പം നമുക്കുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? we have to choose the right features from the data set. ഡേറ്റാ സെറ്റിൽ നിന്നും റൈറ്റ് ഫീച്ചർ നമ്മൾ ചൂസ് ചെയ്യണം. സപ്പോസ് ഇഫ് വി ഹാവ് n number of attributes or features, we have to decide which attribute that I have to place at the root or at the internal nodes. Okay, so as to minimize the error. നമുക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എററിനെ മിനിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് നോഡിനെ എടുക്കണം? റാൻഡം സെലക്ഷൻ ഓഫ് എനി നോഡ്. ഞാനിപ്പം തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫീച്ചറിനെ ഒരു ഫസ്റ്റ് നോഡാക്കി ഇട്ട് കഴിഞ്ഞാൽ സംടൈംസ് ദാറ്റ് വിൽ റിസൾട്ട് സംടൈംസ് ദാറ്റ് വിൽ ഗിവ് us the bad result. ദാറ്റ് മീൻസ് വിത്ത് ലോ ആക്യുറസി ആയിരിക്കും. ഓക്കെ, സോ റാൻഡം സെലക്ഷൻ ഓഫ് എനി നോഡ് ആസ് എ റൂട്ട് sometimes gives bad results with low accuracy. So most important problem in implementing the decision tree algorithm is deciding which features are to be considered as the root node and at each level. That is our problem. So we have to solve that. There are several methods have been developed to choose relatively important feature from the various features. ഒരുപാട് നമ്മുടെ ഡേറ്റാ സെറ്റിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ടാകും. ആ ഫീച്ചേഴ്സിൽ നിന്നും we have to select an important feature and that feature selection will be depends upon some feature selection measures. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചർ സെലക്ഷൻ, ഞാൻ 3 പറയും ഇനി അങ്ങോട്ടേക്ക്. അപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 2 ഫീച്ചർ സെലക്ഷൻ മെഷേഴ്സാണ്. ഒന്ന് ഇൻഫർമേഷൻ ഗെയിനും ഒന്ന് ജിനി ഓർ ഗിനി ഇൻഡെക്സ് എന്നും. 2 പേരാണുള്ളത്. ഇനി മൂന്നാമതൊരാൾ വരുന്നുണ്ട്. ആ മൂന്നാമത് വരുന്ന ആളിനെ ഗെയിൻ റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. അത് കൊണ്ടുവന്നത് ബിക്കോസ് നമ്മുടെ ഇൻഫർമേഷൻ ഗെയിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. മീൻസ് ഇൻഫർമേഷൻ ഗെയിൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബയസ് ഒക്കെ വരും. അപ്പോൾ ആ ബയസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ഫീച്ചർ സെലക്ഷൻ മെഷറായ ഗെയിൻ റേഷ്യോ കൊണ്ടുവന്നത്. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് സെപ്പറേറ്റ് പഠിക്കത്തേ ഉള്ളൂ. ഇപ്പം നമ്മളിത് ഇൻഫർമേഷൻ ഗെയിനും ഗിനി ഇൻഡെക്സും, ബട്ട് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ദർ ഇസ് എ തേർഡ് ഫീച്ചർ സെലക്ഷൻ മെഷർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗെയിൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, ടു കാൽക്കുലേറ്റ് ദ ഇൻഫർമേഷൻ ഗെയിൻ ആൻഡ് ഗിനി ഇൻഡെക്സ്. ഇപ്പോൾ ഈ പറയുന്ന ഒരു ഫീച്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഗെയിൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ
ഏത് രണ്ട് മെഷർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിലും വി ഹാവ് ടു നോ അബൌട്ട് ദ ടേം കോൾഡ് എൻട്രോപ്പി. എൻട്രോപ്പിനെ പറ്റി നമ്മൾ അറിയണം. എന്തിനാണ് നമ്മൾ എൻട്രോപ്പി യൂസ് ചെയ്യുന്നത്? ഈ ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാനായിരുന്നാലും ഇനി ഇൻഡെക്സ് ചെയ്യാനായിരുന്നാലും, അതായത് ഈ രണ്ടും ഫീച്ചർ സെലക്ഷൻ മെഷേഴ്സാണ്. ഇവർ രണ്ടുപേരെയും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രോപ്പിയുടെ ആവശ്യം വരും. അപ്പോൾ എന്താണ് ഈ എൻട്രോപ്പി? സി ഹിയർ, entropy is a measure of disorder or impurity in the data set. Okay, that means it is an indicator of how messy a data set is. അതായത് നമ്മളിപ്പം എൻട്രോപ്പി നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ സെറ്റിനകത്ത് കിടക്കുന്ന ഇമ്പ്യൂരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ ട്രീ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഡിവൈഡ് ചെയ്ത് പോയില്ലേ, എപ്പോഴാണ് നമ്മൾ ആ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തത്? എപ്പോഴാണോ എൻ്റെ ടേബിളിൽ സെയിം സെറ്റ് ഓഫ് ക്ലാസ് ലേബിൾസ് ഉണ്ടാവുന്നത്, ആ സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സെയിം സെറ്റ് ഓഫ് ഒരേപോലത്തെ ക്ലാസ് ലേബിൾസ് നമുക്കൊരു ടേബിളിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്യൂരിറ്റി കൂടുതലാണെന്നാണ്. ഓക്കെ, പ്യൂരിറ്റി ഉണ്ടെന്നാണ്. സോ ഇപ്പോൾ എൻട്രോപ്പി എന്താണ്? ഇംപ്യൂരിറ്റി മെഷർ ചെയ്യുന്ന ഒരു ടേമാണ് നമ്മുടെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ. സോ എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ ഓർ ഇംപ്യൂരിറ്റി ഇൻ ദ ഡേറ്റ സെറ്റ്. അപ്പോൾ താഴേക്ക് പറയുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മളിപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തല്ലോ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ലീഫ് നോഡ് ഏതാണെന്ന്, എനിക്ക് ക്ലാസ് ലേബിൾ ഏതാണെന്ന് എനിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ നോഡിൽ ഞാനൊരു എൻട്രോപ്പി, എന്തുമാത്രം ഇംപ്യൂരിറ്റി ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത് വീണ്ടും രണ്ട് ഡേറ്റാ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ വീണ്ടും നോക്കും, ഇമ്പ്യൂരിറ്റി ചെക്ക് ചെയ്യും. ഈ ഇമ്പ്യൂരിറ്റി ചെക്ക് ചെയ്യുമ്പം ഇഫ് മൈ ടേബിൾ കൺസിസ്റ്റ് ഓഫ് ദ ക്ലാസ് ലേബിൾസ്, ഹോമോജീനിയസ് ക്ലാസ് ലേബിൾസ്, ദെൻ ഐ ക്യാൻ സേ ദാറ്റ് ആ പറയുന്ന നോഡ് പ്യൂരിറ്റി കൂടുതലുള്ള നോഡാണെന്ന് പറയാം. എപ്പോഴാണോ പ്യൂരിറ്റി കിട്ടുന്നത് അപ്പോഴാണ് നമ്മൾക്ക് എന്തും കിട്ടുന്നത്, ലീഫ് നോഡും കിട്ടുന്നത്. ഓക്കെ, എപ്പോഴാണോ നമുക്ക് പ്യുവറായിട്ട് കിട്ടുന്നത് അപ്പോഴാണ് നമ്മുടെ ലീഫ് നോഡ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ ഓർ ഇംപ്യൂരിറ്റി ഇൻ ദ ഡേറ്റ സെറ്റ്. അതായത് എൻ്റെ ഡേറ്റ സെറ്റ് എന്തോരം മെസ്സി ആണെന്ന് അറിയിക്കാനുള്ളൊരു ഇൻഡിക്കേറ്റർ. സോ എൻട്രോപ്പി ഈസ് യൂസ്ഡ് ഇൻ ഡിസിഷൻ ട്രീസ് ടു സെപ്പറേറ്റ് ഡേറ്റ ആൻഡ് ഗ്രൂപ്പ് സാമ്പിൾസ് ടുഗദർ ഇൻ ടു ദ ക്ലാസസ് ദേ ബിലോങ് ടു. സോ എൻട്രോപ്പി എന്ന് നമ്മുടെ ഡിസിഷൻ ട്രീയിൽ നമ്മൾ എൻട്രോപ്പി യൂസ് ചെയ്യുന്നത് നമ്മുടെ സിമിലർ ആയിട്ട് വരുന്ന ഡേറ്റാസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് ആ സിമിലറായിട്ട് വരുന്ന ഡേറ്റാ സെറ്റിനെ സെപ്പറേറ്റ് ചെയ്യുമ്പം തന്നെ അത് ഒരേ ക്ലാസ് ലേബിളിൽ വരുന്നതായിട്ട് എനിക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ഈ ടേബിളിൽ ഇതിപ്പോൾ നോക്കിക്കേ, ഇതിന് പ്യൂരിറ്റി കൂടുതലാണ്. ബിക്കോസ് ഇതിന് ഒരേപോലത്തെ ഡേറ്റാസാണ് വന്നത്, ലാസ്റ്റ് സെയിം ക്ലാസ് ലേബിൾ വന്നു. ഇങ്ങനെ കിട്ടുമ്പോഴാണ് എനിക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഇതിന് പ്യൂരിറ്റി കൂടുതലാണ്. ദാറ്റ് മീൻസ് ഞാൻ എൻ്റെ എൻ്റെ ഡേറ്റാ സെറ്റ് പ്യുവർ ആയിട്ടുള്ള ഡേറ്റാ സെറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. ഇനി എൻട്രോപ്പിക് ഇക്വേഷനൊക്കെ ഉണ്ട്. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് ദ പ്യൂരിറ്റി ഓഫ് ഗ്രൂപ്പുകളുടെ ഓരോ ടേബിളിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കുമല്ലോ, അതിൻ്റെ എല്ലാം പ്യൂരിറ്റി നമുക്ക് മാക്സിമൈസ് ചെയ്യണം. അതായത് ഹോമോജീനിറ്റി ഓഫ് ദി ഗ്രൂപ്പ് എന്ന് വിളിക്കും. നമുക്ക് ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഉണ്ട്, അതായത് എസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ. ഓക്കെ, ആ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാ സെറ്റ് എക്സാമ്പിൾസ്. ആ തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിനകത്ത് കുറേ പോസിറ്റീവും നെഗറ്റീവ് എക്സാമ്പിൾസും ഉണ്ട്. നമ്മുടെ ടാർഗറ്റ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. അതായത് നമുക്ക് ഈ പറയുന്ന ടേബിളിനെ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ടാർഗറ്റ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്, നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പം മോർ ദാൻ 4 ഏകദേശം 5 ക്ലാസ് ലേബിൾസോളം വരുന്നുണ്ട്. ഗിവൺ എ കളക്ഷൻ എസ് കണ്ടെയ്നിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് ഓഫ് സം ടാർഗറ്റ് കോൺസെപ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിനകത്ത് നമുക്ക് ടാർഗറ്റ്, അതായത് നമ്മുടെ ക്ലാസ് ലേബിൾസ് ഏതാണോ അതിനകത്ത് പോസിറ്റീവ് ക്ലാസ് ലേബിൾസും കാണും, നെഗറ്റീവ് ക്ലാസ് ലേബിൾസും കാണും. അപ്പം എസ് എന്ന് പറയുന്ന എൻട്രോപ്പി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് വെച്ചാൽ, എൻട്രോപ്പി ഓഫ് എസ് ഈക്വൽ ടു മൈനസ്, യു ഹാവ് ടു റിമെമ്പർ ദർ ഇസ് എ മൈനസ് സൈൻ ഓവർ ഹിയർ, മൈനസ് പി പ്ലസ് ലോഗ് പി പ്ലസ് ടു ദ ബേസ് 2 മൈനസ്
p minus log p minus to the base 2. ഈ p മൈനസും p പ്ലസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് പോസിറ്റീവ് സാമ്പിൾസ് ആൻഡ് p മൈനസ് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ദി നെഗറ്റീവ് സാമ്പിൾസ്. അപ്പം p പ്ലസ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പോസിറ്റീവ് സാമ്പിൾസ് ഇൻ ഡേറ്റ സെറ്റ് എസ് ആൻഡ് p മൈനസ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് നെഗറ്റീവ് സാമ്പിൾസ് ഇൻ ഡേറ്റ സെറ്റ് എസ്. അപ്പോൾ നമ്മുടെ എൻട്രോപ്പി എന്ന് പറയുന്ന ആൾ, ഓക്കെ, അപ്പോൾ എൻട്രോപ്പി എന്ന് പറയുന്നത് ലെസ് ആകുന്നതിനനുസരിച്ച്, അതായത് എൻട്രോപ്പിയുടെ വാല്യൂ ലോ ആകുന്നതിനനുസരിച്ച് നമ്മുടെ ഡേറ്റ സെറ്റിൻ്റെ പ്യൂരിറ്റി കൂടുന്നു. ഓക്കെ, നമ്മുടെ ഡേറ്റ സെറ്റിൻ്റെ പ്യൂരിറ്റി കൂടുന്നു. അപ്പോൾ എൻട്രോപ്പി കുറയുന്നതിനനുസരിച്ച് ആര് കൂടും? പ്യൂരിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ എൻട്രോപ്പി ഹൈ ആകുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈ ഇംപ്യൂരിറ്റി ഉണ്ടെന്നാണ്. ഓക്കെ, ഹൈ ഇംപ്യൂരിറ്റി എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ എൻട്രോപ്പി ഹൈ ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഹൈ ഇംപ്യൂരിറ്റി, എൻട്രോപ്പി ലെസ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് പ്യൂരിറ്റി കൂടുതൽ, അതായത് ഇംപ്യൂരിറ്റി കുറവ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും എൻട്രോപ്പി എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും എൻട്രോപ്പി ഉണ്ടാവുന്നത്. അപ്പോൾ എൻട്രോപ്പി 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എസ്സിനകത്ത് കിടക്കുന്ന, എസ് എന്ന് പറഞ്ഞ ഡേറ്റാ സെറ്റിനകത്ത് കിടക്കുന്ന എല്ലാ മെമ്പേഴ്സും ഒരേ ക്ലാസ് ലേബിൾസിൽ ഉള്ളവരായിരിക്കും. ഇനി എൻട്രോപ്പി 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കളക്ഷൻ ഓഫ് എസ്, അതിൻ്റെ പോസിറ്റീവ് സാമ്പിൾസും നെഗറ്റീവ് സാമ്പിൾസും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പോസിറ്റീവ് എനിക്കൊരു ഡേറ്റാ സെറ്റ് ഉണ്ട്, ആ ഡേറ്റാ സെറ്റിനകത്ത് കുറേ വാല്യൂസ് ഉണ്ട്, അതിനകത്ത് കുറേ ക്ലാസ് ലേബിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് പ്ലസ്, ഇത് മൈനസ്. അങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മീനിങ് എന്താണ്? 50% എന്താണ് പോസിറ്റീവും 50% നെഗറ്റീവ് എന്നാണ് മീനിങ്. സോ ഐ കനോട്ട് ക്ലിയർലി ഐഡൻറ്റിഫൈ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നതാണെന്ന് എനിക്ക് പറ്റുന്നില്ല, ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇഫ് ഓൾ ദി collection S has equal number of positive and negative training examples, then entropy is always 1 ആയിരിക്കും. ഓക്കെ, ഇനി എൻട്രോപ്പി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. if the collection has unequal number of positive and negative examples. Okay, പോസിറ്റീവിനും നെഗറ്റീവ് എക്സാമ്പിൾസിൻ്റെയും എണ്ണം അൺഈക്വൽ ആണെങ്കിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോസിറ്റീവ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എൻട്രോപ്പി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. നോക്കിക്കേ, ആദ്യമേ എൻട്രോപ്പി 0 ആയിരുന്നു. ഈ പറയുന്നത്, അതായത് പോസിറ്റീവ് പ്രപ്പോർഷൻസ് 0.5 എത്തുമ്പോൾ, 0.5 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പകുതി ആൾക്കാർ ക്ലാസ് ലേബിൾസ് പോസിറ്റീവിൽ വരുന്നതും പകുതി നെഗറ്റീവിൽ വരുന്നത്, അതായത് ഹാഫായിട്ട് നമുക്ക് വരുന്നു. നമുക്ക് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അത് ഏത് ക്ലാസ് ലേബിൾസിലുള്ളതാണെന്ന്. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ പോസിറ്റീവ് പ്രപ്പോർഷൻസ് എന്താണ് 0.5 എത്തുമ്പോൾ നമ്മുടെ എൻട്രോപ്പി എന്തായി മാറുന്നുണ്ട്? 1 ആയി മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 0.5 ആയി കഴിയുമ്പോഴേ നമ്മുടെ എൻട്രോപ്പി എന്താണ്? 1 ആണ്, അതായത് ഇമ്പ്യൂരിറ്റി കൂടുതലാണ്. ഇഫ് ദ ടാർഗറ്റ് ആട്രിബ്യൂട്ട് ഹാസ് C ഡിഫറെൻറ്റ് വാല്യൂസ്, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ടാർഗറ്റ് ആട്രിബ്യൂട്ടിന്, ഫോർ എക്സാമ്പിൾ F എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്, ആ ഫീച്ചറിന് C ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ പറയുന്ന അവസാനം നമ്മൾ ടാർഗറ്റ് കോൺസെപ്റ്റ് എടുത്തല്ലോ. ഈ ഒരു എക്സാമ്പിളിനകത്ത് ക്ലാസ് ലേബൽ എന്ന് പറയുന്നത് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസ് ലേബിൾസ് ആണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വരുന്നതെങ്കിൽ എൻട്രോപ്പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സമ്മേഷൻ I = 1 to C, ഓരോ ക്ലാസ്സിനും ഞാൻ എടുക്കണം, മൈനസ് ഓഫ് PI log PI to the base 2 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ജനറൽ എൻട്രോപ്പിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ എൻട്രോപ്പിയുടെ ഇക്വേഷൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി വേർ PI എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓഫ് I ബിലോങ്ങിങ് ടു S. അപ്പം അതായത് PI എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അത് ഏത് ക്ലാസ്സിലാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത്. ഇപ്പം നമ്മുടെ നേരത്തെ എക്സാമ്പിളാണെങ്കിൽ ഒന്ന് ആംഫിബിയൻ ഉണ്ട്, അപ്പം ആംഫിബിയൻ ആയിരിക്കും, ആംഫിബിയൻ്റെ പോസിറ്റീവ് സാമ്പിൾസ് ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ഫിഷ് ഉണ്ട്, ഫിഷിൻ്റെ പോസിറ്റീവ് സാമ്പിൾസ്, റെപ്റ്റൈൽ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളെടുത്ത് എന്താണ് സമ്മേഷൻ ചെയ്യും, അപ്പോഴാണ് നമുക്ക് എൻട്രോപ്പി കിട്ടുന്നത്. ഇനി ഈ പറഞ്ഞ് നോക്കിക്കേ, ഇവിടെ ഒരു ലോഗരിതമിക് എന്ന് പറയുന്നത് base 2 ആണ്. ഓക്കെ,
ഓക്കെ. അതായത് ഓൾറെഡി നമുക്ക് മെഷർ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബിറ്റ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് അവിടെ, അതായത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബിറ്റ്സിൻ്റെ ഫോമിലായിരിക്കും കിട്ടുന്നത്. അതാണ് ഇവിടെ ലോഗരിതം ഈസ് ബേസ് ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോഗരിതം ഈസ് ബേസ് ടു സിൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി എക്സ്പെക്റ്റഡ് എൻകോഡിംഗ് ലെങ്ത് മെഷേർഡ് ഇൻ ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്ന ടേമിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ എൻട്രോപ്പി യൂസ് ചെയ്തിട്ടാണ്, അത് നമ്മൾ കറക്റ്റ് എന്താണ് ഫീച്ചർ സെലക്ഷൻ മെഷറിനകത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഫീച്ചർ സെലക്ഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത് 2 പേരുണ്ട്, ഇൻഫർമേഷൻ ഗെയിനും ഗിനി ഇൻഡെക്സും. അപ്പോൾ ഈ 2 പേരെയും പഠിക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു നോ അബൌട്ട് ദ ടേം കോൾഡ് എൻട്രോപ്പി. ആ എൻട്രോപ്പിയെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മളിനി ഇൻഫർമേഷൻ ഗെയിനും ഗിനി ഇൻഡെക്സും ഗെയിൻ റേഷ്യോയും കൂടെ പഠിച്ചിട്ട് വേണം നമുക്ക് എന്താണ് പ്രോബ്ലം ചെയ്യാനായിട്ട്. അതിനകത്തൊരു IDE3, അതായത് ഇറ്ററേറ്റീവ് ഡിക്കോട്ടമൈസർ ട്രീ എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ട്രീ അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം ഏതാണ്, ഈ ഇൻഫർമേഷൻ ഗെയിനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ IDE3യുടെ അൽഗോരിതം ഉണ്ട്, അതുപോലെ പ്രോബ്ലം വരുന്നുണ്ട്. അത് അങ്ങോട്ടേക്കുള്ള ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അതുവരേക്കും താങ്ക് യു.